കുതിരയ്ക്ക് മാത്രമുള്ളതല്ല കേട്ടോ മുതിര, ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. മാംസ്യവും ജീവകങ്ങളും ധാതു ലവണങ്ങളും എല്ലാം കൂടി ചേർന്ന് വളരെ സമ്പന്നമായിട്ടുള്ള ഒന്ന് തന്നെയാണ് മുതിര എന്നുള്ളത്. ആയുർവേദത്തിൽ ഇതിനെ കുലത്ത എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങളിൽ കുലത്ത ഗ്രാഹിണ കാസഹിക് ശ്വാസ ഋഷസംഹിത എന്ന് പറയുന്നത് ഇത് അർശസ് ഉള്ള രോഗികളിൽ അല്ലെങ്കിൽ പൈൽസ് ഉള്ള രോഗികളിൽ, പ്രത്യേകിച്ചും നോൺ ബ്ലീഡിങ് ആയിട്ടുള്ള പൈൽസ് ഉള്ളവരും പിന്നെ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വളരെ ബെസ്റ്റാണ്. അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വാസം മുട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് വളരെ ഹിതമായിട്ടുള്ളതാണ്. അതുപോലെ മൂത്രക്കല്ല് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, കിഡ്നിയിലും മൂത്രാശയത്തിലൊക്കെ കല്ല് വരുന്നവർക്കൊക്കെ വളരെ പഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മുതിര എന്നുള്ളത്. ഈ മുതിര തന്നെ ചേർന്നിട്ട് നമ്മൾ ഒരുപാട് ആയുർവേദ മരുന്നുകളുണ്ട്. അതിൽ നമുക്ക് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്വർത്തനം എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കോലകുലത്താതി എന്നുള്ളത് ഒരു പൗഡർ. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഈ ഊർജത്തിൻ്റെ ഒരു ഉറവിടം തന്നെയാണ് മുതിര എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് പോകുന്നതിന് മുൻപ് ഈ കുതിരയോട്ടത്തിലൊക്കെ കുതിരകൾക്ക് ഊർജം അല്ലെങ്കിൽ വേഗം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ മുതിര പുഴുങ്ങിയെടുത്ത് കൊടുക്കുന്നതൊക്കെ അങ്ങനെയും നമുക്ക് കൊടുത്തു വരുന്നുണ്ട്. മുതിരയിലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ വളരെ സാവധാനത്തിലേ ദഹിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നില്ല, വയറ് ഫില്ല് ചെയ്ത് ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ചിന്ത ഒഴിവായി കിട്ടും എന്ന് മാത്രമല്ല, ഇത് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മാറ്റാൻ നല്ലതാണ്. പിന്നെ ഇത് എല്ലാവർക്കും ഗുണകരമല്ല, ചില കണ്ടീഷനിൽ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുണ്ട്. ഒന്ന്, ബ്ലീഡിങ് പൈൽസ് ഉള്ള കണ്ടീഷനിൽ ബ്ലീഡിങ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ മോശമാക്കുന്ന രീതിയിലേക്ക് പോകും മുതിര കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഇല്ല, ചിലപ്പോൾ പുരുഷന്മാരിൽ അത് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള അഡ്വൈസ് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ചില കേസിൽ അൾസർ പോലെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകളും ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. മഴക്കാലത്ത് മുതിര സൂപ്പ് തയ്യാറാക്കിയിട്ട് ചൂടോടെ കഴിക്കുന്നതൊക്കെ കാലജന്യ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. മുതിര പൊടിച്ച് കിഴി കെട്ടി ചൂടാക്കി ഒഴിയുന്നതൊക്കെ നമ്മുടെ പേശികളിലെ വേദനയും നീരൊക്കെ ശമിപ്പിക്കാൻ നല്ലതാണ്. ഈതമുദ്ഗ, താമ്രവർണ്ണ, ദൃക്പ്രസാദ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ രൂപത്തിലും അതിൻ്റെ കളറിലുമുള്ള വ്യത്യാസങ്ങൾ കാരണം അത് വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന പല പേരുകളാണ്. അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ ഇത് ചൂടുകാലത്തും ഒട്ടും ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. നമുക്ക് ചെറിയ അളവിൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്.